ഹലോ, വെൽക്കം ടു അജയ് കിച്ചൺ. ഇന്ന് ഞാനൊരു ഗ്രീൻ പീസും പനീറും കൊടുത്തൊരു കറി ഉണ്ടാക്കാൻ പോകണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതിന് വേണ്ടി ഇതാണ്ടേ 200 ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം ഗ്രീൻ പീസും എടുത്ത് വെച്ചു. ഇത് ഫ്രോസണാണ്, എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. അടുപ്പ് കത്തിക്കണേ. പാത്രം ചൂടായി. ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തേ. റിഫൈൻഡ് ഓയിലാണേ, ഏത് ഓയിലും ഉപയോഗിക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ, തീർന്നിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ ഒരു 3 ഗ്രാമ്പു, പിന്നെ ഒരു 4 ഏലക്ക. ഇത് ചെറിയ ഏലക്കയാണ്, അതുകൊണ്ട് ഞാൻ 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 2 മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കേ. ഒന്ന് മൂക്കട്ടെ. ഇതിലോട്ട് ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കും. ഈ സവാള ഒന്ന് വഴന്നു വന്നിട്ടെ. ഇതിലോട്ട് ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കേ. നമ്മുടെ ഉള്ളി സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടേ. ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഇനി ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറിക്കിട്ടണം. അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച മണം ഒന്ന് മാറിക്കിട്ടട്ടെ. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തീ അധികം കുറച്ചിട്ടൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ മണമൊക്കെ മാറി സവാളയൊക്കെ വഴന്നു വന്ന് ഇനി ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്യാസ് തീരെ കുറച്ചിട്ട് ഇതിനകത്ത് 1 ടീസ്പൂൺ ഈ സ്പൂണിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, 1 2 ഒരു 2.5 ടീസ്പൂൺ ഈ സ്പൂണാണേ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, ഈ സ്പൂണിന് 2 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുത്ത്. ഇതൊക്കെ ഒന്ന് ചൂടായിട്ട്, ഈ എണ്ണയിൽ കിടന്നൊന്ന് ചൂടായിട്ട് തീ കുറഞ്ഞു കിടക്കേ. ഇനി ഇതിലോട്ട് ഒരു 2 തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കേ. ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കേ. ഇതൊന്ന് വേവട്ടെ. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണ്ടേ. ഇതൊരു 2 മിനിറ്റ് നമുക്ക് ഞാൻ അടച്ചിട്ടേക്കാം. തീ തീരെ കുറച്ചിട്ടേക്കുക. നമ്മൾ തക്കാളി നോക്കേ.
കളിയെല്ലാം നല്ല വെന്ത്. ഇനി ഇതിനകത്ത് ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇതിന് വലിയ വേവില്ലാത്ത ഫ്രോസണല്ലേ, ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ. തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഇതിങ്ങനെ കിടക്കട്ടെ, ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. തീ തിളച്ചിട്ട് ഈ തീ ഒന്ന് നമുക്ക് മീഡിയത്തിലാക്കാം. നമ്മുടെ കറി നല്ല തിളച്ചേ. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. മതി. ഇത് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് കിടക്കട്ടെ. നമ്മുടെ ഗ്രീൻ പീസ് നോക്കാം. 2 മിനിറ്റ് ഇട്ടിട്ടുള്ളേ, കാര്യം ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് വേവില്ല. ഇതിനകത്ത് ഒരു ചെറിയൊരു ക്യാപ്സിക്കം അതരിഞ്ഞ് വെച്ചത് അത് ഇട്ട് കൊടുക്കേ. ഇത് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം. ക്യാപ്സിക്കത്തിന് വലിയ വേവൊന്നുമില്ല. തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചൊന്ന് വേവട്ടെ. നമ്മുടെ കറി നോക്കേ. ഇതിലോട്ട് ഒരു ഈ സ്പൂണിന് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, ഈ കറി ഇതുപോലെ ഇങ്ങനെ എടുക്കേ. ഇനി ഇതിനകത്ത് ഞാൻ പനീർ ചേർക്കാം. ഈ പനീറില്ലേ, കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊടിക്കേ. തീ ഒന്ന് കുറയ്ക്കാം. ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യേ. കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. കാര്യം പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വെന്തോട്ടെ. ഈ വെള്ളം മതി. നമ്മുടെ കറി എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് ഗ്രേവിയുടെ അളവൊക്കെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം.
ഒന്ന് ഉപ്പും കൂടെ നോക്കിയോട്ടെ. നല്ല സൂപ്പർ കറി. ശക്കല ഉപ്പ് കുറവുണ്ട്, ശക്കല. ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് തീ ഒന്ന് തീരെ തീരെ കുറയ്ക്കണ്ട, എന്നാലും കുറയ്ക്കാം. ഫുള്ളും മിഡിലൊന്നും ഇപ്പോൾ തീരെ കുറയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള രീതിയിൽ അങ്ങനെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മളെ കറി നോക്കാം. നല്ല സൂപ്പർ മണം തരുന്നു, അടിപൊളി മണം. ഇനി ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തെ, ഇത് 1 മിനിറ്റും കൂടെ കിടക്കട്ടെ. തീ ഒന്നും കൂട്ടണ്ട. നമ്മുടെ കറി നോക്കാം. ഇനി ഇതിൽ കുറച്ച് ഫ്രഷ് മല്ലിയില, ഇട്ടൊന്ന് ഇളക്കാൻ. സത്യം പറയാം, ഇതിനേക്കാൾ നല്ലൊരു കറി ഉണ്ടോ ചപ്പാത്തിക്കും ചോറിനും ഫ്രൈഡ് റൈസിന്? ഇത് ടേസ്റ്റാന്ന് പറയുക. ഈ കറി നല്ലൊരു കറിയാണ്. ഇതൊക്കെ ട്രൈ ചെയ്യേണ്ട കറികളായി, നല്ല കറികളായത്. ബെസ്റ്റ് കറിയാണ്. ചപ്പാത്തിക്ക് ഇത്രയും പറ്റിയൊരു കറി വേറെ ഇല്ലേ. അപ്പം ഞാൻ ഈ ഗ്യാസ് ഓഫാക്കാണ്. ഇതൊരു സർവിങ് പ്ലേറ്റ് ബൗളിലോട്ട് മാറ്റേ. നമ്മുടെ ഈ കറിയെ ഞാൻ ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റട്ടെ. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറിയാണ്. ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോണം. ഏത് കറിയും നല്ലത് തന്നെ, പക്ഷേ ഇതൊക്കെ ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് കറിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.